Hi all, MSW005 സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ആൻഡ് സൂപ്പർവിഷൻ എന്ന സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോർഷനിലേക്ക് പോവാണ്. സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം അപ്രോച്ചസ്. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണോ എന്ന് വെച്ചാൽ അല്ല, പക്ഷെ ഒരു 4 മാർക്കിന് ചോദിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അതുകൂടെ ഡിസ്കസ് ചെയ്തു പോകാനായിട്ട്. സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം അപ്രോച്ചസ്, മെയിനായിട്ട് സോഷ്യൽ കേസ് വർക്ക്. അത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. കേസ് വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോളം ഇൻഡിവിജ്വൽ ആയിരിക്കും, ഫേസ് ടു ഫേസ് നമ്മൾ നേർക്ക് നേർ നിന്ന് പ്രോബ്ലംസ് സംസാരിച്ച് അതിനെ സോൾവ് ചെയ്യുന്ന രീതിയാണ് സോഷ്യൽ കേസ് വർക്ക്. അടുത്തത് ഗ്രൂപ്പ് വർക്ക്. ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഇൻഡിവിജ്വലിന് ഒരു പ്രശ്നം കണ്ടെത്തി, ഒരു കേസ് വർക്കിലൂടെ ഒരു ഇൻഡിവിജ്വലിന് ഒരു പ്രശ്നം കണ്ടെത്തി, ആ ഇൻഡിവിജ്വൽ അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനെയും കൂടെ വിളിച്ച് ആ പ്രശ്നം നമ്മൾ അവരുമായിട്ടും കൂടെ ഡിസ്കസ് ചെയ്ത് മൊത്തം ഗ്രൂപ്പിനെ അതിൽ നിന്നും പുറത്തു വരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്രൂപ്പ് വർക്ക്. അതെപ്പോഴും ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൂടെ ആയിരിക്കും നടത്തുന്നത്. ഓക്കെ, ഗ്രൂപ്പ് തെറാപ്പി. എന്താണ് ഗ്രൂപ്പ് തെറാപ്പി? ഒരു ഇൻഡിവിജ്വലിന് ഒരു പ്രശ്നമുണ്ട്, അയാളുടെ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫാമിലിയാണ്, അയാളുടെ ഹോമാണ്. അപ്പോൾ ഫാമിലിയും കൂടെ വിളിച്ചിരുത്തിട്ട് ഇയാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അവരെ തന്നെ ധരിപ്പിക്കുകയും അവരുടെ ഫാമിലിയിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെ ഇൻ്ററാക്ഷൻസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഗ്രൂപ്പ് തെറാപ്പി. ഫാമിലീസിലേക്ക് പോകും, ഫാമിലീസിൽ നിന്ന് അത് ഗ്രൂപ്പ്സിലേക്ക് പോകും, അങ്ങനെയാണ് പോവുക. ഇവിടെ ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ആയിട്ടുള്ള ഒരു സോഷ്യൽ പ്രോബ്ലം ഒരു ഇൻഡിവിജ്വലിനുണ്ടെന്ന് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഇൻഡിവിജ്വലിനെ ആ പ്രോബ്ലത്തിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് അയാളെ സഹായിക്കുന്നു. ഇതാണ് ഗ്രൂപ്പ് തെറാപ്പി. ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുമ്പോൾ തിരിച്ചാണ്. ഒരു ഇൻഡിവിജ്വലിന് ഒരു പ്രോബ്ലം ഉണ്ട്, ഇതേപോലെയുള്ള പ്രോബ്ലം അയാളുടെ ഗ്രൂപ്പിനും ഉണ്ട്. അപ്പോൾ ആ മൊത്തം ഗ്രൂപ്പിനെ ആ പ്രോബ്ലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നതാണ് ഗ്രൂപ്പ് വർക്ക്. ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന് ഒരു പ്രോബ്ലം ഉണ്ട്, അയാളുടെ ചുറ്റുമുള്ള ഗ്രൂപ്പ് അയാളെ ആ പ്രശ്നത്തിൽ നിന്നും കരകയറാൻ വേണ്ടി സഹായിക്കുന്ന ഒരു നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു കോമൺ പ്രവർത്തനമാണ് ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറയുന്നത്. ഫാമിലി തെറാപ്പി ഗ്രൂപ്പ് തെറാപ്പിയിൽ വരുന്ന ഒരു കാര്യമാണ്. ഫാമിലിയിലുള്ള ഇൻഡിവിജ്വലിൻ്റെ ഇമ്മീഡിയറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫാമിലിയാണ്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് വഴി അയാളെ ആ പ്രശ്നത്തിൽ നിന്ന് ഓവർകം ചെയ്യാൻ സഹായിക്കുന്ന രീതിയാണ് ഫാമിലി തെറാപ്പി. പിന്നെ ഓർഗനൈസിംഗ് ദ കമ്മ്യൂണിറ്റി. അത് കമ്മ്യൂണിറ്റി ലെവലിൽ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ നടക്കുന്ന അഡ്മിനിസ്ട്രേഷൻ വർക്ക് ഒക്കെ നടക്കുന്നതാണ് കമ്മ്യൂണിറ്റിയിൽ ഓർഗനൈസിംഗ് ദ കമ്മ്യൂണിറ്റി. അപ്പോൾ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കത്തിൻ്റെ വിവിധ തരം അപ്രോച്ചസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കേസ് വർക്ക് ഉണ്ട്, ഗ്രൂപ്പ് വർക്ക് ഉണ്ട്, ഗ്രൂപ്പ് തെറാപ്പി ഉണ്ട്, ഫാമിലി തെറാപ്പി ഉണ്ട്, ഓർഗനൈസിംഗ് ഇൻ ദ കമ്മ്യൂണിറ്റീസ് ഉണ്ട് കേട്ടോ. പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് 5 മാർക്കിനും 10 മാർക്കിനും ഒക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് കോമ്പിറ്റൻസീസ് റിക്വയർഡ് ഫോർ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കൽ. അഗെയിൻ കോമ്പിറ്റൻസീസ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് വേണ്ടുന്ന നോളജ് ആൻഡ് സ്കിൽ. ഒരു സോഷ്യൽ വർക്കറിന് എന്തെല്ലാം സ്കില്ലും നോളജും ഒക്കെ വേണം. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം. സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കുറേ തിയറീസ് പഠിച്ചു വെച്ചിട്ടുണ്ട്, കുറേ മോഡൽസ് പഠിച്ചു വെച്ചിട്ടുണ്ട്, കുറേ മെത്തേഡ്സ് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ സ്കില്ലുകളും കൂടെ വേണം എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഒരു ഇൻഡിവിജ്വൽ ഒരു സാഹചര്യത്തിൽ വളർന്ന ഒരാളായിരിക്കും. അപ്പോൾ അയാൾ സംസാരിക്കുന്ന ലിറ്ററലി അതുപോലെ മാത്രം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അയാളെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അയാൾ ആ സംസാരിക്കുന്ന വാക്കുകൾക്കും അപ്പുറം അയാൾ എന്ന വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അയാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതിന് പുറമെ ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതും കൂടെ നമ്മൾ തിരിച്ചറിയണം. അത് നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ഒരു കോമ്പിറ്റൻസിയാണ്. നമ്മൾ പ്രകോപിപ്പിക്കേണ്ടേ എന്തായാലും എന്ത് ചെയ്യണം? നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു കോമ്പിറ്റൻസി സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്കെപ്പോഴും ഒരു സഹായം ആ ക്ലയൻറ്റിന് കൊടുക്കുകയാണല്ലോ, അത് അയാൾ റിസീവ് ചെയ്യുമ്പോൾ അയാളെ ഒരിക്കലും സബ്മിസീവായിട്ട് ഒരിക്കലും കാണിക്കരുത്. നമ്മളൊരു സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് ഒരിക്കലും കാണിക്കാൻ പാടില്ല. എങ്കിൽ മാത്രമേ അയാൾക്ക് നമ്മളോടൊരു ഹെൽപ്പ് ചോദിക്കാനും നമുക്ക് ആ ഹെൽപ്പ് നല്ല രീതിയിൽ കൊടുക്കാനും സാധിക്കുള്ളൂ. എപ്പോഴും നമ്മൾ അയാൾക്ക് ഈക്വലായിട്ടോ അല്ലെങ്കിൽ അയാളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, സംസാരിക്കാവുള്ളൂ. അയാൾക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ മാത്രമേ നമ്മൾ സംസാരിക്കാവുള്ളൂ കേട്ടോ. ഇനി പ്രൊഫഷണൽ ഹെൽപ്പിംഗ് റിലേഷൻഷിപ്പ്. നമ്മളൊരു റിലേഷൻഷിപ്പിൽ അയാളെ ഹെൽപ്പ് ചെയ്യുവാണ്, പ്രൊഫഷണൽ ബൗണ്ടറി എപ്പോഴും അതിനകത്ത് ഉണ്ടായിരിക്കണം. കാരണം അയാളെ നമുക്ക് ജീവിതകാലം മുഴുവൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളത് റിട്രീറ്റ് ചെയ്യണം. ആ റിട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പേഴ്സണൽ ബൗണ്ടറി കടന്ന് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ, പ്രൊഫഷണൽ ബൗണ്ടറിക്കും അപ്പുറം നമ്മൾ പേഴ്സണലായി പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ അയാളുടെ ജീവിതത്തിൽ നിന്ന് മാറുമ്പോൾ അയാൾക്ക് ഭയങ്കര ഒരു വോയിഡ് ഫീൽ ചെയ്യുകയും
അത് സിറ്റുവേഷൻ വേഴ്സൺ ആക്കുകയും ചെയ്യും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഒരു പേഴ്സണൽ ബൗണ്ടറി സൂക്ഷിക്കുന്നതിൽ കോമ്പിറ്റൻസ് കാണിക്കുക. എത്രത്തോളം പേഴ്സണൽ കാര്യങ്ങൾ ഇൻഫോർമേഷൻ മാത്രം ഷെയർ ചെയ്യണം എന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പം ആ രീതിയിലുള്ള നോളജ് നമ്മൾ കാണിക്കുക. സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ അതുപോലെ വേണം കൈകാര്യം ചെയ്യാൻ. പിന്നെ കോഡ് ഓഫ് എത്തിക്സ്, ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ്, കോഡ് ഓഫ് എത്തിക്സ്, NASWൻ്റെ കോഡ് ഓഫ് എത്തിക്സ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഫഷണലി ഫോളോ ചെയ്യും. അതൊരു സോഷ്യൽ വർക്ക് പ്രാക്ടിക്കലിൽ പോയാലും നമ്മളിതൊക്കെ ഫോളോ ചെയ്യണം. പിന്നെ ഇൻഫർമേഷൻ, ഒരു ക്ലയൻറ്റിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ അയാൾ ഇരിക്കുമ്പോൾ തൊട്ടാണെങ്കിലും കളക്ട് ചെയ്ത് തുടങ്ങാം. പറ്റുമെങ്കിൽ അത് വരും അയാൾ നമ്മുടെ മുന്നിലെത്തുന്നതിന് മുമ്പായാലും നമുക്ക് കളക്ട് ചെയ്ത് തുടങ്ങാം. അതായത് ഇൻഫർമേഷൻ ഓൺ ദ ക്ലയൻറ്റ്സ്. ഇനി ക്ലയൻസിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത ഇൻഫർമേഷൻ, ലഭിച്ച ഇൻഫർമേഷൻ അനലൈസ് ചെയ്യുക. അനാലിസിസ് ഓഫ് ക്ലയൻറ്റ്സ് ഇൻഫർമേഷൻ. പിന്നെ എംപവറിംഗ് ദ ക്ലയൻറ്റ്, ഹെൽപ്പിംഗ് ദ ക്ലയൻറ്റ് ത്രൂ ഔട്ട്. മൊത്തം പ്രോസസ്സിൽ നമ്മൾ ക്ലയൻറ്റിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതെല്ലാം നമ്മൾ എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യേണ്ട, പഠിച്ചുകൊണ്ടിരിക്കേണ്ട, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട സ്കില്ലുകളാണ്, നോളജുകളാണ്. അതിനാണ് കോമ്പിറ്റൻസീസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കോമ്പിറ്റൻസീസ് കേട്ടോ. അടുത്തത് 20 മാർക്കിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. എമർജൻസ് ഓഫ് സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ ഇൻ ദ US. US സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ വന്നതാണ്. അതിനകത്ത് ആദ്യം പറയുന്നത് ഇതൊരു പ്രൊഫഷനായിട്ട് വന്നതിൻ്റെ എമർജൻസി ആണല്ലോ പറയുന്നത്. അപ്പോൾ ഇത് പ്രൊഫഷൻ അല്ല എന്ന് കുറേ പേര് വാദിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങളും പറയുന്നത്, ഒരു പ്രൊഫഷൻ ആണെങ്കിൽ അതിനൊരു സയൻറ്റിഫിക് ബേസ് വേണം. ഇപ്പോൾ സോഷ്യൽ വർക്കിന് അങ്ങനെ ഇല്ല എന്ന് പറയുന്നത്. ഒരു തിയറിനെ ബേസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡ് വേണം, അതൊന്നും സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടായിരിക്കണം, അതൊന്നും ഇല്ല എന്ന് പറയുന്നത്. പിന്നെ ഒരു പർട്ടിക്കുലർ പേയ്മെൻറ്റ് അല്ലെങ്കിൽ അവർക്കുള്ള ഒരു റെമ്യൂണറേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കണം, അതും പറയുന്നില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പം ഇങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിനൊരു പ്രൊഫഷനായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് ആദ്യം പറഞ്ഞു വന്നത്. അപ്പോൾ അത് എബ്രഹാം ഫ്ലെക്സ്നർ എന്ന് പറയുന്ന 1915 എബ്രഹാം ഫ്ലെക്സ്നർ പറഞ്ഞതാണ് സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല. കാരണം പ്രൊഫഷൻ ആയിരിക്കേണ്ട ക്രൈറ്റീരിയസ് ഒന്നും ഇത് ഫോളോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. എന്താണ് ഒരു പ്രൊഫഷൻ? ഒരു ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു ലാർജ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. അതൊന്നുമില്ല, സോഷ്യൽ വർക്കിനില്ല എന്ന് പറയുന്നു. പിന്നെ പ്രൊഫഷൻസ് ആർ മെയിൻലി ഇൻ്റലക്ച്വൽ ഓപ്പറേഷൻസ് ആണ്, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ്. ഇതിനകത്ത് സോഷ്യൽ വർക്കിനകത്ത് അത് കാണാനില്ല. പിന്നെ പ്രൊഫഷൻസ് ഡ്രോ ദെയർ ബേസ് ഫ്രം സയൻസ് ആൻഡ് ലേണിംഗ്, വർക്ക് ദ ബേസ് അപ് ടു പ്രാക്ടിക്കൽ ആൻഡ് ക്ലിയർ കട്ട് എൻഡ്. ഒരു പ്രാക്ടിക്കൽ നോളജ് വേണം, ഒരു പ്രാക്ടിക്കാലിറ്റി ഉണ്ട്, അതിനൊരു ക്ലിയർ കട്ട് എൻഡ് ഉണ്ട്. പക്ഷേ സോഷ്യൽ വർക്കിന് അങ്ങനെയൊന്നും ഇല്ല. പോസസ് ആൻഡ് എഡ്യൂക്കേഷണലി കമ്മ്യൂണിക്കബിൾ ടെക്നിക്, ഒരു എഡ്യൂക്കേഷണലി കമ്മ്യൂണിക്കബിൾ ടെക്നിക്ക് പൊസസ് ചെയ്യണം. പക്ഷേ ഇതിനകത്ത് ഇൻഡിജിനൈസേഷൻ ഒക്കെ വരുന്നത് കൊണ്ട് ഒരു എഡ്യൂക്കേഷണലി കമ്മ്യൂണിക്കബിൾ ടെക്നിക്കാണെന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ. പിന്നെ ജനറലി ഓർഗനൈസ് ദംസെൽസ്, പ്രൊഫഷൻസ് ജനറലി ഓർഗനൈസ് ദംസെൽസ് ആണ്. പ്രൊഫഷൻ ബിക്കം ഇൻക്രീസിംഗ്ലി ആൾട്രൂയിസ്റ്റ് ഇൻ മോട്ടിവേഷൻ ആണ്. അപ്പം സോഷ്യൽ വർക്കിനെ സംബന്ധിച്ച് ഇങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് എബ്രഹാം ഫ്ലെക്സ്നർ 1915 വാദിച്ചത് ഇതൊരു പ്രൊഫഷനായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നാണ്. അതിനുശേഷം 1921 മേരി റിച്ച്മോണ്ട് സോഷ്യൽ വർക്കിനൊരു കോഡ് ഓഫ് എത്തിക്സ് വേണമെന്ന് വാദിച്ചു. എങ്കിൽ മാത്രമേ അതൊരു പ്രൊഫഷൻ ആവുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഹൈ സോഷ്യൽ സ്റ്റാൻഡിങ് എമംഗ് പ്രൊഫഷൻസ്, ഒരു പ്രൊഫഷനിൽ ഒന്നായിട്ട് സോഷ്യൽ വർക്കിന് നിലനിൽക്കണമെങ്കിൽ ഒരു കോഡ് ഓഫ് എത്തിക്സ് വേണം എന്നവർ പറഞ്ഞു. അങ്ങനെ നാഷണൽ കോൺഫറൻസ് ഓൺ സോഷ്യൽ വെൽഫെയർ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നെങ്കിലും അതെന്ത് ചെയ്യാൻ പറ്റില്ല, ഫൈനലൈസ് ചെയ്യാൻ പറ്റില്ല. നാഷണൽ കോൺഫറൻസ് ഓൺ സോഷ്യൽ വെൽഫെയർ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നു, ഫൈനലൈസ് ചെയ്യാൻ പറ്റില്ല. 1970 തന്നെ നാഷണൽ സോഷ്യൽ വർക്കർ എക്സ്ചേഞ്ച് ഒരു വൊക്കേഷണൽ കൗൺസിലിംഗ് ആൻഡ് പ്ലേസ്മെൻ്റ് ഒക്കെ കൊണ്ടുവന്നു, എംപ്ലോയ്മെൻ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി. പക്ഷെ അതും അത്ര സക്സസ്ഫുൾ ആയെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഇതിനില്ല എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഇതിൽ യൂണിഫൈഡ് പ്രൊഫഷണലായിട്ട് ഒരു സോഷ്യൽ വർക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് പകരം പല 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 സെറ്റിങ്സിലും പല ഓർഗനൈസേഷൻസാണ് വന്നത്. അതുകൊണ്ട് ഇതൊരു പ്രൊഫഷൻ ആകാൻ വേണ്ടി ഒരുപാട് വൈകി. 1918 അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ഹോസ്പിറ്റൽ സോഷ്യൽ വർക്കേഴ്സ്, നമ്മുടെ സോഷ്യൽ വർക്കേഴ്സ് ഒന്നും കോമൺ അല്ല, ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണ് 1918 വന്നത്. അതുപോലെ 1919 നാഷണൽ അസോസിയേഷൻ വിസിറ്റിംഗ് ടീച്ചേഴ്സ് എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ ഫീൽഡിൽ വേറെ. 1926 അമേരിക്കൻ അസോസിയേഷൻ ഓഫ് സൈക്യാട്രിക് സോഷ്യൽ വർക്കേഴ്സ്, 36 അമേരിക്കൻ അസോസിയേഷൻ ഫോർ ദ സ്റ്റഡി ഓഫ് ഗ്രൂപ്പ് വർക്ക്, അടുത്ത 46 അസോസിയേഷൻ ഫോർ ദ സ്റ്റഡി ഓഫ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, 49 സോഷ്യൽ വർക്ക് റിസർച്ച് ഗ്രൂപ്പ്. ഇങ്ങനെയെല്ലാം
പ്രത്യേകമാണ് വന്നത്. പിന്നീട് അമേരിക്കൻ അസോസിയേഷൻ ഓഫ് സ്കൂൾസ് ആൻഡ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് 2 വർഷത്തെ പ്രോഗ്രാമുകളെ ബേസ് ചെയ്തിട്ടുള്ളതും നാഷണൽ അസോസിയേഷൻ ഓഫ് സ്കൂൾസ് ഓഫ് സോഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന 1 വർഷത്തെ മാസ്റ്റർ പ്രോഗ്രാമുകളെ ബേസ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ചുകൊണ്ട് 1952 കൗൺസിൽ ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ വന്നു. അപ്പം തൊട്ടാണ് ഇതൊരു പ്രൊഫഷനായിട്ട് കണ്ടുപിടിക്കാൻ തുടങ്ങിയത്. കാരണം ഇതിലെടുക്കുന്ന ഒരു ഡിഗ്രിയും NASWയിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അയാളെ പ്രൊഫഷണൽ സോഷ്യൽ വർക്കറായിട്ട് അംഗീകരിക്കാൻ തുടങ്ങി. 1952 കൗൺസിൽ ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ആണ് വന്നത്. പിന്നെ അപ്പോഴത്തേക്ക് NASWൻ്റെ കുറേ പർപ്പസസ് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ എഴുതുക. അയാൾക്ക് 2 ഇയർ സൂപ്പർവൈസ് എക്സ്പീരിയൻസും ഉണ്ട്, NASWയുടെ മെമ്പർഷിപ്പും ഉണ്ട്. ഇതൊക്കെ അയാൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു പ്രൊഫഷണലായിട്ട് അംഗീകരിക്കാൻ തുടങ്ങി. 1957 ഗ്രീൻവുഡ് ഈ പറയുന്ന കോഡ് ഓഫ് എത്തിക്സും ക്രൈറ്റീരിയയും പ്രൊഫഷണൽ കൾച്ചറൽ പ്രൊഫഷണൽ ആക്ടിവിറ്റി അതോറിറ്റി സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് സർവീസ് ഇതെല്ലാം ഉള്ളതുകൊണ്ട് സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷനായിട്ട് കണക്കാക്കാമെന്ന് പറയും 1957. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് സോഷ്യൽ വർക്ക് US ഒരു പ്രൊഫഷനായിട്ട് നല്ല രീതിയിൽ അംഗീകരിക്കാൻ തുടങ്ങിയത്. again 20 മാർക്കിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഫീൽഡ് എഡ്യൂക്കേഷൻ ഇൻ ദ ഡെവലപ്പിംഗ് കൺട്രി ഇന്ത്യ പോലത്തെയാണ് കേട്ടോ. 1999 റൊംബാലി നടത്തിയത് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിൽ ഫീൽഡ് എഡ്യൂക്കേഷന് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഫീൽഡ് വർക്കിന് ചെല്ലുമ്പോൾ അവിടെ 2 രീതിയിലുള്ള സെറ്റിങ്സും കണ്ടിട്ടുണ്ട്. സോഷ്യൽ വർക്ക് ഏജൻസീസും നെറ്റ്വർക്കും ഒക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും വന്നിട്ടില്ലാത്ത ഏരിയാസും ഉണ്ട് ഡെവലപ്പിംഗ് കൺട്രീസിൽ. ഓക്കെ, അത് തമ്മിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കണം നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ വർക്ക് ഏജൻസീസ് ഒക്കെ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമാണ് വർക്ക് ചെയ്യുമ്പോൾ അതിന് കറക്റ്റ് എഫിഷ്യൻസി കിട്ടുള്ളൂ. പിന്നെ ഫീൽഡ് എഡ്യൂക്കേഷൻ ഇൻ ദ പ്രൊമോഷൻ ഓഫ് ഓർഗനൈസേഷണൽ ചേഞ്ച് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഫീൽഡ് എഡ്യൂക്കേഷൻ വരുമ്പോൾ ഓർഗനൈസേഷണൽ ചേഞ്ചും സോഷ്യൽ ഡെവലപ്മെൻറ്റും ഒക്കെ അവിടെ ഉണ്ടാകും. സോഷ്യൽ വർക്ക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ്. എല്ലാവരും ആ സൊസൈറ്റിയിൽ എല്ലാവരും ഒരേപോലെ വളരുന്നതിനെയാണ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓർഗനൈസേഷണൽ ചേഞ്ച്, അവരുടെ സൊസൈറ്റി പ്രവർത്തിക്കുന്ന ഒരു ഇതിന് ചെറിയൊരു ചേഞ്ച് ഉണ്ടായാൽ തന്നെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. പ്ലാൻഡ് സോഷ്യൽ ചേഞ്ച് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ടു പ്രൊമോട്ട് ദ വെൽബീയിങ് ഓഫ് ഓൾ. എല്ലാവർക്കും വെൽബീയിങ് ഉണ്ടാവാൻ വേണ്ടിയുള്ള സോഷ്യൽ ചേഞ്ചും എക്കണോമിക് ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ടാക്കുക. പിന്നെ പ്രിൻസിപ്പിൾ ഷെയർ വിത്ത് സോഷ്യൽ വർക്ക് സച്ച് ആസ് കൊലാബറേഷൻ കോപ്പറേഷൻ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. സോഷ്യൽ വർക്ക് പ്രിൻസിപ്പിൾസ് കോപ്പറേഷനും കൊലാബറേഷനും സോഷ്യൽ ജസ്റ്റിസും ഒക്കെ അവിടെ കൊണ്ടുവരാം. എസ്റ്റാബ്ലിഷിംഗ് ഫീൽഡ് സൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പം നമുക്ക് ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന നിലയിൽ എന്ത് ചെയ്യാം, ഫീൽഡ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഫീൽഡ് സൈറ്റ്സും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇത്രയൊക്കെയാണ് ഫീൽഡ് എഡ്യൂക്കേഷൻ ഇൻ ഡെവലപ്പിംഗ് കൺട്രിയിൽ പറയുന്നത്. കുറേ എക്സാമ്പിൾസ് കൊടുത്തുകൊണ്ട് 20 മാർക്കിൽ എത്തിക്കുക. ഒരുപാട് കാര്യങ്ങളൊന്നും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അഗെയിൻ ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതുക. ഇതിൻ്റെ ഫോട്ടോസ് ഇട്ടേക്കാം, അതിന് സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്നുകൂടെ വായിച്ചു നോക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. ടുഗെദർ വി പാസ്, ടുഗെദർ വി റൈസ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.